സുരേഷ് ഗോപിക്ക് വമ്പൻ തിരിച്ചടി. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, വലുത് വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂരിൽ ജയിച്ചത് എന്നതിനെക്കുറിച്ച് അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ, പല ചർച്ചകളൊക്കെ ഉയർന്നു വന്നതാണ്. മാനിപ്പുലേറ്റഡ് വിജയമാണ് സുരേഷ് ഗോപിയുടേത് എന്ന് പറഞ്ഞത് CPI നേതാവ് സുനിൽകുമാറാണ്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ ചില കളികൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പിറകിലുണ്ട് എന്ന് അന്ന് തന്നെ സംശയം ഉയർന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടർമാരെ ചേർക്കുന്ന കാര്യം തന്നെയാണ്. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരെ മണ്ഡലത്തിൽ കൊണ്ട് താമസിപ്പിച്ച്, ഫ്ളാറ്റുകളിലുമൊക്കെ താമസിപ്പിച്ച് അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കും, അത് ഞങ്ങളുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നാണ്. ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ എന്തു വഴിയും സ്വീകരിക്കും എന്ന് പറഞ്ഞത് B. ഗോപാലകൃഷ്ണനാണ്. എന്നാൽ ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്ന വിഷയം അതൊന്നുമല്ല, മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നാണ്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്നാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു, മതത്തെ തന്നെ കൂട്ടുപിടിച്ചു, പരസ്യ പ്രചാരണം നടത്തി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നതാണ്. സുരേഷ് ഗോപിക്കെതിരെ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഏജന്റും ഈ പണിയെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഹൈക്കോടതിക്ക് അക്കാര്യം ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് AIYF നേതാവ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPI നേതാവ് AS ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി നിലനിൽക്കില്ല, ഈ ഹർജി തള്ളണം എന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപിയും ഉപഹർജി നൽകി. ആ ഉപഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജി കൗസർ എടപ്പകത്താണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഹർജി തള്ളിക്കൊണ്ട്. അതുമാത്രമല്ല, യഥാർത്ഥ ഹർജിയിൽ AIYF നേതാവും CPI നേതാവും നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണം എന്നും കൂടി കോടതി പറഞ്ഞു വെച്ചു. എന്ന് വെച്ചാൽ ഈ ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. വിശദമായ വാദത്തിന് ശേഷം മാത്രമേ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ചില കളികളൊക്കെ നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ന സംശയം നേരത്തെ ഉയർന്നു വന്നതാണ്. വളരെ മുമ്പ് തന്നെ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് അമ്പലങ്ങളിലും പള്ളികളിലും സുരേഷ് ഗോപി നടത്തിയ നാടകങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ നല്ലതാണ്. കിരീടം സമർപ്പിക്കുക, വാഴക്കുല സമർപ്പിക്കുക, ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ മെഴുകുതിരി കത്തിക്കുക, മുട്ടിൽ ഇഴയുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ തൻ്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലി മനോഹരമായി പുറത്തെടുത്ത് നടത്തിയ ആളാണ് സുരേഷ് ഗോപി. അതിൻ്റെ ഫലം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. ചില സ്ഥലങ്ങളിൽ പണം വിതരണം ചെയ്തു. അതിൻ്റെ തെളിവ് കൂടി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. വോട്ട് ചെയ്താൽ മൊബൈൽ ഫോൺ വിതരണം ചെയ്യാം എന്നൊക്കെയാണ് ചില ബൂത്തുകളിൽ സുരേഷ് ഗോപി നടത്തിയ വാഗ്ദാനം. ചില ബൂത്തുകളിൽ പണം വിതരണം ചെയ്തു, 500 രൂപ വീതം നൽകി. അതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതും ഹൈക്കോടതി ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. എന്ന് വെച്ചാൽ ചില കളികൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം കോൺഗ്രസിന്റെ വലിയ വിഭാഗം വോട്ട് BJPയിലേക്ക് സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുകയും ചെയ്തിരുന്നു. 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 73,000 വോട്ടിന്റെ കുറവ് ഇത്തവണ വരികയും ചെയ്തിരുന്നു. എവിടെയാണോ വോട്ട് കുറഞ്ഞത് ആ വോട്ട് മുഴുവൻ സുരേഷ് ഗോപിക്ക് വർദ്ധിക്കുന്ന കാഴ്ച നാം കണ്ടു. LDF സ്ഥാനാർത്ഥി വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു വോട്ട് പോലും LDF സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞില്ല എന്നതുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത് എന്നർത്ഥം. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്ന് കോടതി സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, പരോക്ഷമായി സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് സുരേഷ് ഗോപി നൽകിയ ഉപഹർജി തള്ളിയത്.